വിവാഹം യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ നടക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരു പുരുഷനെയും സ്ത്രീയെയും തമ്മിൽ യോജിപ്പിക്കുന്നത് ദൈവമാണ്. അവർ രണ്ടും ആത്മാക്കളാകുന്നുവല്ലോ. ശരീരങ്ങൾ അവരുടെ വാസസ്ഥലങ്ങളാണ്. നമുക്ക് ശരീരം മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ എങ്കിലും അവർ ആത്മാക്കളാകുന്നു. ആ ആത്മാക്കളെ തമ്മിൽ യോജിപ്പിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങനെ ഒരു കുടുംബം സ്ഥാപിതമായി തീരുമ്പോൾ അവരുടെ മധ്യേ വരുന്നവനാകുന്ന ദൈവം, അവരുടെ ബന്ധത്തിൻ്റെ മധ്യേ അവരെ യോജിപ്പിച്ച ദൈവം തന്നെ അവരുടെ മധ്യേ, അവരുടെ ബന്ധത്തിൻ്റെ ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ മധ്യേ വരുന്നു. വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കർത്താവിന് കാണാൻ കഴിയും. ആ ബന്ധത്തിൻ്റെ മധ്യത്തിൽ ആരുണ്ട്? മിഡിൽ പ്ലേസിൽ ആരുണ്ട്? ദൈവമുണ്ട്. അവൾ നിൻ്റെ കൂട്ടാളിയും നിൻ്റെ ധർമ്മപത്നിയുമല്ലോ. അവിടെ ഒരു ഉടമ്പടി ബന്ധത്തിലാകുന്നു ഈ ബന്ധം സ്ഥാപിതമായിരിക്കുന്നത്. ആ ബന്ധത്തിൻ്റെ മിഡിൽ പ്ലേസിൽ ദൈവമുണ്ട്. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം കാണുകയാണ്. ഇവിടെ അടിയും ഡിസഗ്രിമെൻറ്റുമാകുമ്പോൾ മിഡിൽ പ്ലേസിൽ നിന്ന് ദൈവം മാറേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള അസ്വസ്ഥതകളും അസമാധാനങ്ങളും ഉള്ള സ്ഥലത്ത് ദൈവത്തിന് തുടരുവാൻ കഴിയുകയില്ല, ദൈവ സാന്നിധ്യത്തിന് തുടരുവാൻ കഴിയുകയില്ല. ഇതാ ഈ മിഡിൽ പ്ലേസിലേക്ക് ഈ വഴക്കിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിശാച് വരികയാണ്. ആ കുടുംബത്തിൻ്റെ മിഡിൽ പ്ലേസിൽ പിശാചാകുന്നതോടുകൂടെ ആ കുടുംബം നരകമായി തീരുന്നു. ദൈവം നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബം സ്വർഗമാകുന്നു. പിശാച് നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അത് നരകമാകുന്നു. നരകം പോലെയായിരിക്കുന്ന നിൻ്റെ ആ കുടുംബത്തെ സ്വർഗമാക്കുവാൻ ആർക്ക് മാത്രമേ കഴിയത്തുള്ളൂ? കർത്താവാകുന്ന യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. യേശുവിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിച്ചാൽ അവിടുന്ന് അത്ഭുതം ചെയ്യും. നിങ്ങളുടെ നരകതുല്യമാകുന്ന ആ കുടുംബജീവിതത്തെ രൂപാന്തരപ്പെടുത്തി മാറ്റങ്ങൾ കൊണ്ടുവന്ന് സ്വർഗതുല്യമാക്കുവാൻ അവിടുന്ന് വിശ്വസ്തനാകുന്നു.